വിശദമായ വാർത്തയിലേക്കാണ്. വിധവ പുനർവിവാഹിതയായാലും ആശ്രിത നിയമനത്തിനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. വിദ്യാഭ്യാസ വകുപ്പിലെ ആശ്രിത നിയമനം നിഷേധിച്ച എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കാസർഗോഡ് സ്വദേശിന് സമർപ്പിച്ച ഹർജി അനുവദിച്ചാണ് കോടതിയുടെ ഉത്തരവ്. എയ്ഡഡ് സ്കൂളിൽ അസിസ്റ്റന്റായിരുന്ന ഭർത്താവ് മരിച്ച ഒഴിവിലാണ് ഹർജിക്കാരി നിയമനം തേടിയത്. 2017 സമർപ്പിച്ച അപേക്ഷയിൽ 2024 അനുയോജ്യമായ ഒഴിവ് വന്നത്. പുനർവിവാഹം ചെയ്തതിനാൽ 2023 സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് അവസരം നിഷേധിച്ചു. ആശ്രിതയായ വിധവയുടെ പുനർവിവാഹം അവരെ അയോഗ്യയാക്കുമോ എന്ന നിയമവശമാണ് കോടതി പരിശോധിച്ചത്. കേരള വിദ്യാഭ്യാസ ചട്ടം 51B പ്രകാരം ആശ്രിതയുടെ നിയമപരമായ ആനുകൂല്യം ഇല്ലാതാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് എൻ നാഗരേഷിന്റേതാണ് ഉത്തരവ്. വിധവ പുനർവിവാഹിതയായാലും ആശ്രിത നിയമനത്തിനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. വിദ്യാഭ്യാസ വകുപ്പിലെ ആശ്രിത നിയമനം നിഷേധിച്ച എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കാസർഗോഡ് സ്വദേശിന് നൽകിയ ഹർജി അനുവദിച്ചാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ അസിസ്റ്റന്റായിരുന്ന ഭർത്താവ് മരിച്ച ഒഴിവിലാണ് ഹർജിക്കാരി നിയമനം നേടിയത്. 2017 സമർപ്പിച്ച അപേക്ഷയിൽ 2024 അനുയോജ്യമായ ഒഴിവ് വന്നത്. ഈ ഒഴിവിലേക്ക് തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. വിധവ പുനർവിവാഹിതയായാലും ആശ്രിതത്തിനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്.